നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ. ശരിക്കും അടിക്കാത്തോണ്ടല്ലേ? പോയി എടുത്തോണ്ട് വരാൻ. അല്ലേ, എനിക്ക് മനസ്സില്ല. പോയിട്ട് എടുത്തിട്ട് വാ. പോയി എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. എനിക്ക് മനസ്സില്ലാന്ന്. നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ. അവളുടെ ഒരു അഹമ്മതി. കളിക്കണം നിങ്ങൾ എടുത്തിട്ട് വന്നാ മതി. എന്താടോ എന്തേ എന്തേ കുനിഞ്ഞു കുനിഞ്ഞു നടക്കണത്? അയ്യോ, എന്റെ നെഞ്ചിന് നെഞ്ചിന് ഒരു ഭയങ്കര വേദന. സൂക്ഷിക്കണം, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. വാ, ഞാൻ പരിശോധിച്ച് സാറേ, ഞാൻ പരിശോധിപ്പിച്ചു. ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഉള്ളപ്പോ തന്നോട് വേറെ ഡോക്ടറെ കാണാൻ ആരാ പറഞ്ഞു? അല്ല, ഇത് ആയുർവേദമാ, അതുകൊണ്ടല്ലേ. ആയുർവേദം? അലോപ്പതിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒക്കോപി 220 പ്രിസ്. എന്റെ ഉണ്ട്, ഞാൻ തരാം. അയ്യോ, എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി. ഞാൻ വരട്ടെ സാറേ, പിന്നെ കാണാം. താനൊന്നും നേരെ ആവൂലോ. ഹാർട്ട് അറ്റാക്ക് വെച്ചാ സൈക്കിളിൽ ഓട്ടുന്നത്. എന്താ രേവതി കുട്ടി ഇത്? മാറ്റി ഉറങ്ങിയത് എനിക്ക് നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ഓഫീസിൽ പോ. ഇന്ന് എനിക്ക് ഓഫീസില്ല, ഞായറാഴ്ച അല്ലേ? ഇന്ന് ഞാൻ പോവും. ആ, പൊയ്ക്കോ. ഞാൻ പോവുന്നു. പൊയ്ക്കോ. ഞാൻ ഓഫീസിൽ പോണു. വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ, പിന്നെ കുസൃത്തരമൊന്നും കാണിക്കല്ലേ, ദേവമ്മ എടുത്ത് വഴക്കൂടല്ലേ? ഇല്ല. ദേവമ്മേ, ഞാൻ ഓഫീസിൽ പോവാണ്. നന്നായിട്ട് നോക്കണേ. നല്ലോട്ടായിട്ടിരുന്നോണേ. അപ്പനോടും ജിന്നിനോടും വഴക്കൂടരുതേ. ഞാൻ നേരത്തെ വരാവേ. വരുമ്പോ മിക്കി മൗസിന്റെ കാസറ്റ് കൊണ്ടുവരണം, പിന്നെ പുതിയ പാട്ടിന്റെ കാസറ്റും കൊണ്ടുവരണം. ഇതിങ്ങനെ പിടിച്ച് തിരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മുടി വൃത്തിയിടാക്കാൻ. അയ്യോ, കരയല്ലേ. പപ്പേന്റെ വീട്ടിൽ പോയിരുന്നോണേ. ഞാൻ പപ്പേന്റെ വീട്ടിൽ പോവില്ല, പപ്പേന്റെ ചീത്ത. മിടുക്കൻ. കേട്ടോടാ. അല്ല കൊച്ചമ്മേ, എനിക്കൊരു സംശയം. ഇതിൽ ആർക്കാ വട്ട്? അങ്ങേർക്കാണോ അതോ മറ്റേ പെങ്കൊച്ചിനോ? താൻ തന്നെ പോയി അന്വേഷിക്കേ. രേവതി ഭയങ്കര കുസൃതിയാണല്ലേ? കൊച്ചു കുട്ടികളുടെ സ്വഭാവം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ടൈഫോയിഡ് ബ്രെയിനെ എഫക്ട് ചെയ്തു. പിന്നെ അവളുടെ മനസ്സ് വളർന്നിട്ടില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയ കുറച്ചുകൂടെ പക്വത വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്താ? മാനസിക വളർച്ചയില്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാ? വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട, ഒക്കെ ശരിയാവും. അങ്ങനെ ആശ്വസിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനാ. നമ്മുടെ കല്യാണം കഴിഞ്ഞാ നീയും അതുപോലെ ആവണം. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ? പൂജ ഹോളിഡേസിന് നമുക്ക് 3 പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പ് നടത്തിയാലോ? അവളെയും കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതാണ് രാജാവ്. കണ്ടോ തലപ്പാവൊക്കെ? മിണ്ടരുത്, കിരീടം എന്നെ പഠിപ്പിക്കണം. ആ, കിരീടം ചൂടിയ രാജാവ്. ഇത് റാണി, ഇത് ജാക്കി. 9. ഇതെന്താ തെരഞ്ഞെടുക്കണേ? രാജകുമാരനും രാജകുമാരി എവിടെ? രാജകുമാരനും രാജകുമാരിയും ഒക്കെ അവിടെ കൊട്ടാരത്തില്. ഇത് കളിയാണ്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതില് രാജാവും റാണിയും ഉണ്ടാവും. അതെ, ഈ രാജാവിന് മക്കളില്ല. പിന്നെ എവിടെ നിന്നാണ് രാജകുമാരനും രാജകുമാരിയും ഒക്കെ ഉണ്ടാവുക? എനിക്കറിയാം രാജകുമാരി എവിടെയാണെന്ന്.
എവിടാ? രാജകുമാരി കുഞ്ഞിക്കുരു വെച്ച് കാത്തിരിക്കുക. കുന്നിക്കുരും വെച്ച് കാത്തിരിക്കേ. ആ ശാപമോക്ഷം കിട്ടാൻ. നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഇന്ന വേണം ചവിട്ടാൻ. മതി മതി മതി. അക്ബറിക്കയുടെ പടം. അയ്യേ എന്റെ അച്ഛൻ ഡീസന്റ് മേനോന്റെ പടം. കൊന്നെ അമ്മക്ക് ഓരോ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോട്ടെ. ഹാ അല്ല, അത് മുഴുവൻ കീറി നശിപ്പിച്ചോ. ഇതിന് വേദന്റെ നെഞ്ഞു കുത്തി പൊളിക്കുക എന്റെ. മോനെ രാശേരാ, നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ രണ്ടാ ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. എന്റെ അല്ല, രാധികയുടെ ഐഡിയ ആണ്. ആഹാ, നിന്റെ രാധികയ്ക്ക് ബുദ്ധിയുണ്ടല്ലോടാ. നാത്തൂനെ നേരത്തെ കയറി അങ്ങ് സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? പക്ഷെ ബാല, രേവതിയും കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ. സാധാരണ ഒരു ഫംഗ്ഷനും ആരും എന്നെ ക്ഷണിക്കാറില്ല. രേവതി കൂടെ വന്നിട്ട് അലമ്പുണ്ടാക്കുമെന്ന് കരുതിയിട്ടാ. ഇനി ആരെങ്കിലും ക്ഷണിച്ചാൽ തന്നെ ഞാൻ പോവാറില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അവളൊരു പരിഹാസപാത്രം, ഒരു നോക്കൂത്തിയാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല ബാല. ആ, അതാ നിനക്ക് പറ്റുന്ന തെറ്റ്. ഈ ഹൗസിംഗ് കോളനിക്ക് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് രേവതി അറിയണം. പലതും നേരിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവളുടെ മനസ്സിനൊരു വളർച്ചയുണ്ടാവൂ. അതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കണം. അമ്മാവനറിയുമ്പോ തൽക്കാലം രാധിക കൂടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മാവൻ അറിയണ്ട. അഥവാ അറിഞ്ഞാൽ തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം. 2 സ്മോളിൽ ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിവേ, വിഷ് യു എ ഹാപ്പി വെക്കേഷൻ. താങ്ക് യു. തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വരാവേ. ആ സോറി. അയ്യോ വേണ്ടായേ, എനിക്ക് കുളിക്കണ്ടായേ. രേവതിക്കുട്ടി നിക്കാനാ പറഞ്ഞത്. വെറുതെ ചേട്ടന്റെ കയ്യിൽ തല്ലു കൊള്ളരുത്. അവിടെ നിക്കാനാ വേണ്ട പറഞ്ഞത്. വേണ്ട വേണ്ട, ഞാൻ ഇന്ന് തേക്കത്തില്ല. തേക്കണം വേണ്ട, തേക്കണം. നില്ലടി അവിടെ. ഞാൻ ഇന്ന് തേക്കത്തൂല്ല കുളിക്കത്തൂല്ല. ആഹാ, എന്നാ ഒന്ന് അറിയണം. നില്ലടി അവിടെ. അയ്യോ നീ- അയ്യോ, എന്റെ പുറകെ ഓടി വരണ്ടേ. രേവതി, അയ്യോ അമ്പട കേമി, എന്നാ നിന്നെ തേപ്പിച്ചിട്ട് ബാക്കി കാര്യം. നില്ലടി അവിടെ. നീ നിക്കാനാ പറഞ്ഞു. വീടും വീണാലും സാരമില്ല, ഞാൻ വീണും. കുളിക്കത്തില്ല. എന്നെ അവിടെ തേക്കത്തില്ല. നിക്കാനാ സാരമില്ല, പറഞ്ഞത്. വീണോട്ടെ. എന്റെ അമ്മോ. വീണു, വീണു. അയ്യടാ, ഒരുത്തൻ തലയും കുത്തി വീണപ്പോ നിന്ന് ചിരിക്കുന്ന. അതെ, ആണുങ്ങൾ ചെയ്യേണ്ട പണിയെ ആണുങ്ങൾ ചെയ്യാവൂ. ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാ. ആഹാ, അത് ശരി. എന്നാ പിടി. ദാ ഒന്ന് കാണിച്ചേ പെണ്ണുങ്ങളെ മിടുക്ക്. നല്ല കുട്ടിയായിട്ട് രേവതിക്കുട്ടി വേഗം കുളിച്ചു വരും. രാജേട്ടൻ കണ്ടോ? ഉവ്വ ഉവ്വ. രേവതിക്കുട്ടി കുളിച്ച് സുന്ദരിയായിട്ട് വരും. ഉവ്വേ. ഇത് വേണ്ട, ഇത് വേണ്ട. ദേ, കുളി കഴിഞ്ഞ് ചേച്ചിയും രേവതിയും കൂടെ ഐസ്ക്രീം മേടിച്ച് തിന്നും. രാജേട്ടന് കൊടുക്കണ്ടല്ലേ? കൊടുക്കണ്ടേ? ആ ആ ആ, ആ. ഇത് വേണ്ട. ഇത് വേണ്ട. രേവതിക്ക് ചേച്ചി കഥ പറഞ്ഞു തരട്ടെ? കുളി കഴിഞ്ഞ് പറഞ്ഞുതരാട്ടോ. കുളി കഴിഞ്ഞ് പറഞ്ഞു കേട്ടാ. അയ്യേ, എന്താ ഇത്? അയ്യേ എന്താ ഇത്? പെണ്ണുങ്ങളെ മിടുക്ക് കണ്ടേ. കള്ളക്കളി, കള്ളക്കളി, ഞാൻ സമ്മതിക്കില്ല. കണ്ണൂർ രേവതിക്കുട്ടി നോക്കി. നുണ പറയരുത്. നുണയൊന്നും ഞാൻ ഞാൻ നോക്കിയില്ല. കണ്ടതാ. നോക്കിയില്ല. നോക്കിന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടതാ. നോക്കിയില്ലെന്ന്. നോക്കിന്ന് ഞാൻ നോക്കി, ഞാൻ നോക്കിയില്ലെന്ന് കണ്ടതാ. പറഞ്ഞില്ലേ? കള്ളൊന്നുമല്ല, ഞാൻ കണ്ടത്. നോക്കി 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 നോക്കിയില്ല. രേവതിക്കുട്ടി, എറിയരുത്, കണ്ണു തുറന്ന് നോക്കി, ഞാൻ കണ്ടതാ. എറിയരുത്, എറി എറിയരുതെന്നാ പറഞ്ഞത്. നിന്നോടാ പറഞ്ഞ എറിയരുതെന്ന്. എറിയരുത്. ആ.
രാജേട്ടാ, സാരമില്ല, എനിക്കങ്ങനെ വേദനിച്ചൊന്നുമില്ല. വന്നു കിടക്കൂ. ഇന്ന് വരെ ഞാൻ അവളെ നോവിച്ചിട്ടില്ല. രേവതി ഒന്നും അറിഞ്ഞോണ്ടല്ലോ ചെയ്തത്. അതാ എനിക്കും വിഷമം. അവളെവിടെ? കരഞ്ഞെറിഞ്ഞിരിക്കുക. രാജേട്ടൻ വന്ന് പറഞ്ഞാലേ അവക്ക് സമാധാനാവൂ. വരൂ രാജേട്ടാ. നമുക്ക് നാളെ തന്നെ മടങ്ങാം. രാധിക ലൈറ്റ് അണച്ച് കിടന്നോളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. പാവം പപ്പേന്റെ പേടിക്കട്ടെ. രേവതി കുട്ടിയാ ഞാൻ. നീ എപ്പോ വന്നേ ഉള്ളൂ. ഞാനേ ചിന്നുവിനെ പോയി പേടിപ്പിച്ചിട്ട് വരട്ടെ കേട്ടോ. ആരുടെ പറയല്ലേ, പേടിപ്പിച്ചിട്ട് വരാതെ. ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല. ആ എന്താടാ? എന്താ എന്താ കാര്യം? എന്താ കാര്യം അറിയില്ലല്ലേ? മനസ്സിലായില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. കാര്യം എന്താണെന്നോ? വാപ്പാ, മേനനുള്ള ഒരാളെ തല്ലുന്നു. അയാൾ കള്ളുകുടിച്ച് ബഹളം വെക്കുന്നതായിരിക്കും. ഒന്ന് പോയി നോക്ക് വാപ്പാ. അയാൾ തല്ലി കൊന്നാലും ശരി, ഈ കളി തീരാതെ അക്ബറിട്ട് പോണ പ്രശ്നമല്ല. അവിടെ ആ മതി മതി അടിച്ചിട്ട് കൈതാ. മനസ്സിലായില്ല. നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് ഇരിക്ക. അയ്യോ അയ്യോ കൊല്ലട്ടെ. അയ്യോ അയ്യോ മനസ്സിലായില്ല. മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്തോ പെശ കൊണ്ടത്. മാനമര്യാദക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവിടെ അല്ലേ? ഭാര്യാവർത്തങ്ങന്മാരെ ജീവിക്കാൻ പറ്റില്ല. ആണുങ്ങളില്ല ഇന്ന് ശരിക്കും പഠിച്ചിട്ട് നിന്നെ നോക്കിയല്ലേ ഇവൻ കയ്യും കലാശവും കാണിച്ചത്. എന്റെ പൊന്ന് അക്ബറക്കാൻ, ഞാൻ മര്യാദക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാ എന്നെ വെറുതെ നേരത്തെ തുടങ്ങിയോ? അയ്യോ സത്യമായിട്ടില്ല. അല്ല സംസു, നീ ഇപ്പൊ ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞായറാഴ്ച എന്റെ കട തുറക്കൂല. അപ്പൊ ഞാൻ റോഡുകളിലൂടെ ഇങ്ങനെ മര്യാദക്ക് നടക്കാൻ ഇറങ്ങും. അതാണ് എന്റെ ഒരു. നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ലി കിട്ടുന്നത്. അതെ, സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ. അറിയോ? അതെനിക്കറിയില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ, നമുക്കൊന്ന് ഷീട്ട് കളിക്കാം. ഈ ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാ. ലൈഫ് ഈസ് പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ വാ. അമ്മ വേഗം ഇറങ്ങിയില്ലെങ്കിലേ വണ്ടി അതിന്റെ പാട്ടിന് പോകും. എല്ലാം എടുത്ത് വെക്കണ്ടേ ബാല? ഈ അച്ചാറും ഉപ്പേരിയൊക്കെ ബോംബെയിലും കിട്ടുമല്ലോ. ബോംബെ കിട്ടും, പക്ഷേ ഇതിന്റെ രുചി വേറെയാ. അത് ശരിയാ. അല്ല ഇതെന്തുവാ? അവലൂസ് പൊടി പവിത്രന് വലിയ ഇഷ്ടാ. അതിൽ വെക്ക. പോകലെ കണ്ടിട്ട് അമ്മ ബോംബെ തിരിച്ചു വരുന്ന ലക്ഷണം ഇല്ലല്ലോ. ഹേയ്, സുഭദ്രയുടെ പ്രസവം കഴിഞ്ഞാ ഏരിയ 2 ആഴ്ച. അതിനുള്ളിൽ ഞാനിവിടെ എത്തും. എത്തിയില്ലെങ്കിലേ ഏതെങ്കിലും ഒരു പെണ്ണേം താമസിപ്പിച്ച് ഞാനിവിടെ അങ്ങ് കൂടും. ഓ പിന്നെ ഞാൻ വന്നാലേ ചൂലെടുക്കും. അമ്മ ബോംബെയിലൊന്ന് അന്വേഷിക്ക്. ഇവന് പറ്റിയ നല്ല സ്റ്റൈലും പരിഷ്കാരി പെണ്ണുങ്ങളുണ്ടാവും. അതൊന്നും വേണ്ട. ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ അമ്മേ?
അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആ ദേ ഇതും കൂടെ എടുത്തോ. ബാലകൃഷ്ണ ഒന്ന് സഹായിക്കടാ. ഒരു കൊച്ചു ബാഗ് എടുത്തോണ്ട് അവനങ്ങ് പോയി. ആഹാ തുറക്ക് തുറക്ക്. ബാല, നീ സമയത്തിന് വല്ലതും കഴിക്കണേ. രാജാ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട. വയറ് വശന്നാൽ എനിക്ക് കണ്ണ് കണ്ടുകൂടെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ലേ രേവതിയുടെ? അവളാ ചിന്നുന്റെ വീട്ടിൽ വല്ലതും കാണും. ഞാനും വരാം സ്റ്റേഷനിലേക്ക്. ആ കേറിക്കോ. അയ്യോ എന്റെ അയ്യോ, ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ചിരിക്കല്ലേ, എനിക്ക് മറന്നുപോയേ. അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ അയ്യോ. ഞാൻ പറയാവേ, മറന്നുപോയതാണ്, ഞാൻ പറയാവേ. ഈ പെരുമാവിനെ കെട്ടിയിട്ട് ഇതും പൊട്ടിക്കും. ആരടി കിട്ടിയിട്ടുണ്ട് ഇവന് ഒരുത്തം കെട്ടോളെ. പ്രായം കൂടുന്തോറും പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക. എന്തുള്ള പുറപ്പാടാ? ഞാനല്ല, ഇവനാ. അയ്യടാ നിക്കണ കണ്ടില്ലേ? ഒരെണ്ണം അങ്ങോട്ട് വെച്ചേരാ വേണ്ടത്. പോയിക്കോടുന്ന അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. അവന്റെ കണ്ണടയും മീശയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലുക. ഞാനല്ല, ചെരച്ച് ചെരച്ച് തന്തയുടെ മോന്തക്ക് കയറിയാണോ ചെറ? പോടാ ഓടി ഓടി. 4 അണിയും 10 പൈസക്കാരും മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട്.